ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ കഠ്പുത്ലി എന്ന കവിതയാണ് വായിക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കൂടെ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഹിന്ദിയിലുള്ള ഒരു വീഡിയോ, അതായത് സാരാംശം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം ഇത് നോക്കുകയാണെങ്കിൽ, ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ഉപകരിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. कठपुतली गुस्से से उबली बोली, ये धागे क्यों है मेरे पीछे आगे. കട്ടുപുത്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? മരം കൊണ്ടുണ്ടാക്കിയ ഒരുതരം പാവ അല്ലേ? ഈ പപ്പറ്റ്സ് ഒക്കെ ഉണ്ടാവത്തില്ല, അതുപോലെ. അപ്പോൾ ആ കട്ടുപുത്ലിയുടെ ഇങ്ങനെ അറ്റത്ത് ഞങ്ങൾ ചരടുകൾ കൊണ്ട് ബന്ധിക്കും. എന്നിട്ട് ആ ചരടുകളുടെ മറ്റേ അറ്റം ഞങ്ങളുടെ വിരലുകളിൽ അല്ലേ കെട്ടും. അപ്പോൾ ആ വിരലുകൾ ഞങ്ങൾ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ ആ പാവയും കളിക്കും അല്ലേ? പാവയെ കൊണ്ട് ഞങ്ങൾക്ക് നൃത്തം വെപ്പിക്കാം, പിന്നെ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു കഥ കേൾപ്പിക്കാം. അപ്പോൾ ആ രീതിയിൽ അതിനെ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആ വിരലുകൾ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ കട്ടുപുത്ലി ഒരു ദിവസം എന്താണ്, ഗുസ്സേസെ ഉബിലി, ദേഷ്യം വന്ന് ഇങ്ങനെ തിളച്ചു എന്ന് പറയില്ലേ, അത്രയ്ക്ക് ദേഷ്യം വന്നു പെട്ടെന്നൊരു ദിവസം അല്ലേ. എന്നിട്ട് പറഞ്ഞു, ഏ ധാഗേ ക്യോ ഹേ മേരെ പീച്ചെ ആകെ. എന്നിട്ട് കവി പറയുകയാണ്, ഞങ്ങളോട് പറയുന്നത് പോലെയാണ് കവി പറയുന്നത്. കട്ടുപുത്ലി പറയുകയാണ് ഞങ്ങളോട്, ഈ ചരടുകൾ എന്തുകൊണ്ടാണ് എൻ്റെ പിറകിലും മുമ്പിലുമായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്നെ എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത് അല്ലേ. ഇനി തോടുതോ മുझे मेरे പാവോं पर छोड़ दो. ഇതിനെ പൊട്ടിച്ച് കളയുവിൻ അല്ലേ, ഇതിനെ പൊട്ടിച്ച് കളയുക, എന്നിട്ട് എന്നെ സ്വതന്ത്രയാക്കുക. എന്നെ മേരെ പാവോं पर മുझे मेरे പാവോं पर छोड़ दो എന്ന് പറഞ്ഞാൽ എന്നെ സ്വതന്ത്രയാക്കുക, എന്നെ എന്താണ് പറയുക, സമർത്ഥയാക്കുക, സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് അല്ലേ. സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവണം, എനിക്ക് സ്വതന്ത്രയാകണം, ഇങ്ങനെ ബന്ധിച്ചു വെക്കരുത് എന്നെ സ്വതന്ത്രയാക്കുക എന്നാണ് കഠ്പുത്ലി പറയുന്നത്. सुनकर बोली और कठपुतली आम कि हाँ बहुत दिन हुए हमें अपने मन के छंद छुए. അപ്പോൾ ഈ ആദ്യത്തെ കഠ്പുത്ലി, ഒരു കഠ്പുത്ലി ഇങ്ങനെ സ്വതന്ത്രയാകാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അല്ലേ, ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചെയ്തത് ആ കഠ്പുത്ലി. അപ്പോൾ അത് കേട്ടപ്പോൾ മറ്റ് കഠ്പുത്ലികൾ അവർക്കും അങ്ങനെ ആഗ്രഹം വന്നു തുടങ്ങി. അപ്പോൾ അവർ എന്താണ് പറഞ്ഞത്, ഹാ ബഹോത് ദിൻ ഹുവേ ഹമേ അപ്നെ മൻ കെ ഛന്ത് ചുവേ. മൻ കെ ഛന്ത് ചുവേ എന്നാൽ മൻ കെ ഭാവ് അല്ലെങ്കിൽ മൻ കി ബാത്ത് സുന്ന. അപ്പോൾ മനസ്സിലെ ആഗ്രഹങ്ങൾ അല്ലേ, ആരെങ്കിലും ഒന്ന് കേട്ടിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾ സ്വയം കേട്ടിട്ട് തന്നെ കുറേ കാലങ്ങളായ അല്ലേ, അവർക്കും ആഗ്രഹമുണ്ട് സ്വതന്ത്രരാകണമെന്ന്. ഇത്രയും കാലം എന്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇഷാര, അതായത് മറ്റുള്ളവരുടെ ഇൻഡിക്കേഷൻ, അതായത് അവർ പറയുന്നത് പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അവരാഗ്രഹിക്കുന്നത് പോലെയാണ് ഞങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യം ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹമേ അപ്നി മൻ കെ ഛന്ത് ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഞങ്ങൾ സ്വയം എന്താണ് പ്രാക്ടിക്കൽ ആക്കിയിട്ട് തന്നെ കുറേ വർഷങ്ങളായി, കുറേ കാലങ്ങളായി. അതുകൊണ്ട് അവരും ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങി അല്ലേ. അവരും പറയാൻ തുടങ്ങി, ഞങ്ങൾക്കും സ്വതന്ത്രയാകണം, ഞങ്ങൾക്കും ഞങ്ങളുടെ കാലുകളിൽ നിൽക്കണം, അതായത് ഞങ്ങൾക്കും സ്വയം പര്യാപ്തത നേടണം എന്നാണ് കഠ്പുത്ലിയ കൂടെ ഏറ്റ് പാടുന്നത്. മഗർ പഹലി കഠ്പുത്ലി സോച്ചനെ ലഗി, ഈ कैसी ഇച്ഛ മേരെ മൻ മേ ജഗി. പക്ഷേ ഒരു ആദ്യം പറഞ്ഞ ആ കഠ്പുത്ലി ഇപ്പോൾ ആലോചിച്ചു തുടങ്ങി. എന്താണ് ആലോചിച്ചു തുടങ്ങിയത്, ഞാൻ മനസ്സിൽ കരുതിയ ആഗ്രഹം ശരിയാണോ, എൻ്റെ മനസ്സിൽ ഉണർന്ന ആഗ്രഹം ശരിയാണോ എന്ന് പോലും ആ കഠ്പുത്ലി ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം മറ്റ് കഠ്പുത്ലികളും കൂടെ ഇങ്ങനെ ഏറ്റു പറഞ്ഞപ്പോൾ, ഞങ്ങൾക്കും സ്വതന്ത്രരാകണം എന്ന് അവരും ഏറ്റു പറഞ്ഞപ്പോൾ, അതായത് ഈ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണല്ലേ ആദ്യത്തെ കഠ്പുത്ലി. അപ്പോൾ മറ്റ് കഠ്പുത്ലിയും സ്വതന്ത്രരാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പം അത് കേട്ടപ്പോൾ ആദ്യത്തെ കഠ്പുത്ലിക്ക് ഇപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുമോ എന്നൊരു ഭയം അല്ല മനസ്സിൽ വന്നു തുടങ്ങി. ഇപ്പോൾ കൺഫ്യൂഷൻ വന്നു തുടങ്ങി. അസമഞ്ജസ്മേ പെടുക ഈ കഠ്പുത്ലി അല്ലേ. എനിക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റുമോ, അവരുടെ ഉത്തരവാദിത്വം കൂടെ എന്നിൽ വന്നിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത കഠ്പുത്ലിയുടെ മനസ്സിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കഠ്പുത്ലികളാണെങ്കിൽ ചരടുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ചരടുകൾ ഞങ്ങൾ പൊട്ടിച്ചെറിയുകയാണെങ്കിൽ തന്നെ അവർക്ക് സ്വന്തം കാലുകളിൽ നിൽക്കാൻ പറ്റുമോ എന്നത് ആ കഠ്പുത്ലിയുടെ മനസ്സിൽ വന്നു കാണും. അതുകൊണ്ടായിരിക്കാം ആ കഠ്പുത്ലി ഇപ്പോൾ ഭയക്കുന്നത് അല്ലേ. അത് ശരിയാണോ, ഞാൻ ആഗ്രഹിച്ചത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ പോലും കാരണം അതായിരിക്കും.
അപ്പോൾ കവി ഈ കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം പോരാ, അതായത് സ്വയം പര്യാപ്തത വേണം എന്ന ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, അതിനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കണം, അതിനായിട്ടുള്ള യോഗ്യത അല്ലേ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അതാണ് കവി ഈ കവിതയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. कठपुतली को गुस्सा क्यों आया? कठपुतली के ദേഷ്യം എന്തുകൊണ്ടാണ് വന്നത്? कठपुतली को गुस्सा इसलिए आया क्योंकि उसे सदैव दूसरों के इशारों पर नाचना पड़ता है. കഠ്പുത്ലിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? എന്തുകൊണ്ടെന്നാൽ എപ്പോഴും അല്ല എല്ലായ്പ്പോഴും മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ, പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. और वह लंबे अरसों से കുറേ കാലങ്ങളായിട്ട് ഇതേ ചരടുകൾ കൊണ്ട് ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ബന്ധി ഹെ, धागे में बंधी है. वह अपने पाँवों पर खड़ी होकर आत्मनिर्भर बनना चाहती है. എന്താണ് കഠ്പുത്ലി ആഗ്രഹിക്കുന്നത്? തൻ്റെ കാലുകളിൽ നിൽക്കുക, അതായത് ആത്മനിർഭർ, അതായത് സ്വയം പര്യാപ്തത നേടുക എന്നതാണ് ആഗ്രഹം ആ കഠ്പുത്ലിക്ക്. അപ്പോൾ ധാഗെ മേ ബന്ധന और पराधीनता लगता है, उसे पराधीनता लगता है इसलिए उसे गुस्सा आता है. അപ്പോൾ ധാഗേമേ ബന്ധന, അതായത് ഈ ചരടുകൾ കൊണ്ട് ബന്ധിക്കപ്പെടുന്നത് കഠ്പുത്ലിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ അല്ലേ, അടിമയെ പോലെയാണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് പരാധീനത ലഗ്താ ഹെ और इसीलिए उसे गुस्सा आता है. അത് ആലോചിക്കുമ്പോഴാണ്, അത് തോന്നുമ്പോഴാണ് കഠ്പുത്ലിക്ക് ഇങ്ങനെ ദേഷ്യം വന്നു തുടങ്ങിയത്. कठपुतली को अपने पाँवों पर खड़ी होने की इच्छा है, लेकिन वह क्यों नहीं खड़ी होती? കഠ്പുത്ലിക്ക് എന്താണ് ആഗ്രഹം? സ്വന്തം കാലുകളിൽ നിൽക്കണം, അതായത് സ്വയം പര്യാപ്തത നേടണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നിൽക്കുന്നില്ല? वह कठपुतली स्वतंत्र होकर अपने पाँवों पर खड़ी होना चाहती है, लेकिन खड़ी नहीं होती क्योंकि जब उस पर सभी कठपुतलियों की स्वतंत्रता की जिम्मेदारी आती है तो वह डर जाती है. ആഗ്രഹമുണ്ടെങ്കിലും പോലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെ തന്നിൽ വന്നതുകൊണ്ട് ആ കഠ്പുത്ലി ഇപ്പോൾ പേടിക്കുകയാണ്. എന്താണ് പേടി? ഉസെ ऐसा लगता है कि कहीं उसका उठाया गया कदम, അതായത് ആ ചുവടുവെപ്പ് അല്ലേ, ആ തീരുമാനം, ആ എടുത്തിരിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ആ ചുവടുവെപ്പ് അത് എങ്ങാനും എല്ലാവരെയും ആപത്തിൽ കൊണ്ട് ചാടിക്കുമോ എന്നൊരു പേടി അല്ലേ, മുഷ്കിൽ മേന ഡാൽദേ എന്ന പേടി മനസ്സിലുള്ളത് കൊണ്ടാണ് കഠ്പുത്ലി അതൊന്ന് ചിന്തിക്കുന്നത് അല്ലേ, ഒന്ന് മാറി നിന്ന് ചിന്തിക്കുന്നു. അത് ഞാൻ എടുത്ത തീരുമാനം അല്ലെങ്കിൽ എന്നിൽ വന്ന എനിക്ക് തോന്നിയ ആഗ്രഹം ശരിയാണോ എന്ന് തോന്നാൻ തുടങ്ങിയതും പിന്നെ അതിൽ നിന്നും പിന്തിരിയാൻ തീരുമാനിച്ചതും അതായിരിക്കാം കാരണം. पहली कठपुतली की बात दूसरी कठपुतलियों को क्यों अच्छी लगी? ആദ്യത്തെ കഠ്പുത്ലിയുടെ വാക്കുകൾ അല്ലേ, കാര്യം, സംസാരം മറ്റ് കഠ്പുത്ലികൾക്ക് എന്തുകൊണ്ട് ശരിയായിട്ട് തോന്നി അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നി? अच्छी लगी. पहली कठपुतली की बात दूसरी कठपुतलियों को बहुत अच्छी लगी क्योंकि वे भी स्वतंत्र होना चाहती थी और अपनी पाँव पर खड़ी होना चाहती थी. അപ്പോൾ അവരുടെ മനസ്സിലും ആ ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ, അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു സ്വതന്ത്രരാകണം, സ്വന്തം കാലുകളിൽ നിൽക്കണം. पर खड़ी होना चाहती थी और अपने मन मर्जी के അനുസാർ ചലന ചാത്തി തി. മൻ മർജി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആഗ്രഹം പോലെ അല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ മനസ്സിന് ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവർക്കും ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു ആ കഠ്പുത്ലികൾക്ക്. അപ്പോൾ പരാധീൻ രഹന കിസിക്കോ പസന്ത് നെയ്, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ അടിമകളായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, അടിമയായിട്ട് ജീവിക്കുക എന്നത്. യഹി കാരൺ താ കി വഹ് പഹലി കഠ്പുത്ലി കി ബാത് സെ സഹമത്തി. അതായിരുന്നു കാരണം. എന്തായിരുന്നു? അവർ ആദ്യത്തെ കഠ്പുത്ലിയുടെ സംസാരം അവർക്ക് ഇഷ്ടപ്പെട്ടത്, സ്വതന്ത്രരാകണം എന്ന ആ കാര്യം അവർക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതായിരുന്നു. पहली कठपुतली ने स्वयं कहा कि ये धागे क्यों है मेरे पीछे आगे, इन्हें तोड़ दो, मुझे मेरे पाँवों पर छोड़ दो. तो फिर वह चिंतित क्यों है कि ये कैसी इच्छा मेरे मन में जगी? അപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ആദ്യത്തെ കഠ്പുത്ലി പറഞ്ഞു, ഈ ചരടുകൾ എന്തിനാണ് മുമ്പിലും പിറകിലും ഒക്കെ എന്നെ ബന്ധിച്ചിരിക്കുന്നത് ചരടുകൾ കൊണ്ട്, പിന്നെ ഇതിനെ ഒന്ന് പൊട്ടിച്ചെറിയുക, എന്നെ സ്വതന്ത്രയാക്കുക അല്ല, എൻ്റെ കാലുകളിൽ എനിക്ക് നിൽക്കാൻ അനുവദിക്കുക എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ആ കഠ്പുത്ലി പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, അതായത് कैसी इच्छा मेरे मन में जगी എന്ന് ചിന്തിക്കാൻ കാരണം എന്താണ്, എൻ്റെ ആഗ്രഹം ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താണ് ആ കഠ്പുത്ലിക്ക്?
नीचे दिए गए वाक्यों की सहायता से अपने विचार व्यक्त कीजिए. ഈ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തം മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അല്ലേ ശരിയാണോ എന്ന് ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിചാർ വ്യക്ത കീജിയെ, ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ അല്ലേ അത് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. पहली कठपुतली गुलामी का जीवन जीते जीते दुखी हो गई थी. ആദ്യത്തെ കഠ്പുത്ലി ഇങ്ങനെ അടിമത്വം അല്ല അടിമയായിട്ട് ജീവിച്ച് മതിയായിരിക്കുകയായിരുന്നു ആദ്യത്തെ കഠ്പുത്ലിക്ക്. അപ്പോൾ മതിയായപ്പോൾ धागों में बंधी कठपुतलियाँ दूसरों के इशारों पर नाचना ही अपना जीवन मानती है, लेकिन एक बार एक कठपुतली ने विद्रोह कर दिया. അപ്പോൾ സാധാരണ കഠ്പുത്ലികൾ ഈ ചരടുകൾ അല്ലേ മറ്റുള്ളവരുടെ കൈകളിൽ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്ന ആ ചരടുകൾ കൊണ്ട് ജീവിതം ഇങ്ങനെ നയിച്ച് അവർക്ക് ഇപ്പോൾ മടുത്തിരിക്കുകയാണ്. ഇഷാരപ്പർ നാച്ചന അവരുടെ ജോലി എന്തായിരുന്നു അത് തന്നെയായിരുന്നു അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. അപ്പോൾ ലേക്കിൻ ഏക് ബാർ ഈ കഠ്പുത്ലിനെ വിദ്രോഹ കൃതി, അങ്ങനെ ഒരു പ്രാവശ്യം ഒരു കഠ്പുത്ലിക്ക് എന്താണ് വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചെയ്തത് അല്ലേ. ഉസ്കെ മൻമേ ശീഘ്ര ഹി സ്വതന്ത്ര ഹോനേക്ക് ലാൽസ ജാഗ്രത ഹുയി. ലാൽസ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഉടനെ തന്നെ അല്ലെ വേഗം സ്വതന്ത്രരാകണം എന്നൊരാഗ്രഹം തോന്നി തുടങ്ങി. അത്തഹ ഉസ്നെ ആസാദിക്ക് ലിയെ അപ്നി ഇച്ഛാ ജതായി. അപ്പോൾ ആദ്യത്തെ ആ കഠ്പുത്ലി എന്താ ചെയ്തത്, സ്വതന്ത്രരാകാനുള്ള ആഗ്രഹം ഇച്ഛാ ജതായി, ആഗ്രഹം കാണിച്ചു അല്ലേ. ലേക്കിൻ സാരി കഠ്പുത്ലിയാ ഉസ്കെ ഹാ മേ ഹാ മിലാനെ ലഗി. അപ്പം അത് ആ കഠ്പുത്ലി മാത്രമല്ല, അത് കേട്ടപ്പോൾ മറ്റ് കൂടെ ഉണ്ടായിരുന്ന കഠ്പുത്ലികളും കൂടെ പറയാൻ തുടങ്ങി അവരും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അല്ലേ. അവരും ആ വിപ്ലവത്തിൽ കൂടി. विद्रोह के लिए तैयार होने लगी, लेकिन जब उसे अपने ऊपर दूसरी कठपुतलियों की जिम्मेदारी का एहसास हुआ അല്ലേ, തോന്നി തുടങ്ങി അയ്യോ ഈ ഉത്തരവാദിത്വം കൂടെ എന്നിൽ വന്നല്ലോ എന്ന്. ആ സ്വതന്ത്രരാകാനുള്ള അവരുടെ ആഗ്രഹം അല്ലേ, അവരും സ്വതന്ത്രരാകുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടെ എന്നിൽ വന്നല്ലോ എന്ന് ആ മനസ്സിൽ വന്നു തുടങ്ങി. അപ്പോൾ ഉസെ ऐसा लगने लगा न जाने स्वतंत्रता का जीवन भी कैसा होगा. അപ്പോൾ ഒരു പേടി തോന്നി തുടങ്ങി ആ കഠ്പുത്ലിക്ക്. എന്നിട്ട് ആലോചിക്കാനും തുടങ്ങി ആ സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആ ജീവിതം ഞങ്ങളുടെ എങ്ങനെയായിരിക്കും അല്ലേ. यही कारण था कि पहली कठपुतली चिंतित होकर अपने फैसले के विषय में सोचने लगी. ഈ കാരണങ്ങൾ കൊണ്ടാണ്, കാരണം ഈ ചരടുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം കാലുകളിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്ന ചിന്ത, ഞങ്ങൾ എങ്ങനെ സ്വതന്ത്രരായിട്ട് ജീവിക്കും അല്ലേ, സ്വയം പര്യാപ്തത നേടുന്നത് എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക എന്നൊരു പേടി ആ കഠ്പുത്ലിയുടെ മനസ്സിൽ വന്നതുകൊണ്ടാണ് अपने फैसले के विषय में सोचने लगी. എടുത്ത ആ തീരുമാനം ശരിയാണോ എന്ന് പോലും ആ കഠ്പുത്ലി ചിന്തിച്ച് തുടങ്ങി. कई बार दो शब्द आपस में जुड़ते हैं तो उनके मूल रूप में परिवर्तन हो जाता है. അതായത് രണ്ട് ശബ്ദങ്ങൾ ഇങ്ങനെ ഒട്ടുകൂടുമ്പോൾ അതിന് പരിവർത്തനം, അതായത് വ്യത്യാസങ്ങൾ വരും. എങ്ങനെയായിരിക്കും അത്? ഈസി ആവും. കഠ്പുത്ലി ശബ്ദ में भी इसी प्रकार का सामान्य परिवर्तन हुआ है. काट എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം, പുത്ലി എന്ന് പറഞ്ഞാൽ പാവ. അപ്പോൾ കഠ്പുത്ലി, काट और पुतली दो शब्द एक साथ हुए, അപ്പോൾ कठपुतली अल्ले शब्द बन गया और इससे बोलने में सरलता आ गया. അപ്പോൾ ഈസി ആയി, सरलता എന്ന് പറഞ്ഞാൽ ഈസി ആവുക. इस प्रकार के कुछ शब्द बनाइए जैसे काट മരക്കഷ്ണം അല്ലേ, से बना कट गुलाब, कट फोड़ा. അതുപോലെ എന്താണ് ഹാത്ത് और करघा, हथकरघा, हाथ और कड़ी, हथकड़ी, सोन और परी, सोनपरी, मिट्टी और कोड, मटकोड അല്ലെങ്കിൽ मटमैला, हाथ और गोला, हथगोला, सोन और जूही, सोनजूही. അപ്പോൾ हाथ और कड़ी हथकड़िയും പിന്നെ सोन और परी, सोनपरी എന്നൊക്കെ എഴുതാം അല്ലേ. कविता की भाषा में लय या तालमेल बनाने के लिए प्रचलित शब्दों और वाक्यों में बदलाव होता है. അതായത് പ്രചലിത് ശബ്ദം എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഉപയോഗിക്കാറുള്ള ശബ്ദങ്ങൾ അല്ലേ, ആ ശബ്ദങ്ങളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ പോയത്തിൽ താൽമേൽ, അതായത് ആ ലയവും താൽമേലും ഒക്കെ ആ ലയത്തിൽ ഇങ്ങനെ പാടാനുള്ള രസത്തിനായിട്ട് എന്താ ചെയ്യുക, ആ ശബ്ദങ്ങൾ മാറ്റി പറയാറുണ്ട്. ജെസെ ആകെ പീച്ചെ എന്നാണ് സാധാരണ പറയാറ്. ഈ കവിതയിൽ എങ്ങനെയാണ് വന്നത്? ധാഗെ മേരെ പീച്ചെ ആകെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആകെ കാ ബോലിയെ ധാഗെ സെ, അപ്പോൾ ആ വേർഡ്സ് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് ഒരു ലയം, ആ പാടുന്ന അല്ല പറയുന്ന റൈം ഇങ്ങനെ ശരിയായിട്ട് വരാനായിട്ടും മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഇസ് പ്രകാർ കെ ശബ്ദോं की जोड़ियों में आप भी परिवर्तन कीजिए. അങ്ങനെ ജോഡികളായിട്ട് ഇങ്ങനെ പറയുന്ന വേർഡ്സിൽ ഇങ്ങനെ വ്യത്യാസം വരുത്തിയിട്ട് പറഞ്ഞു നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുബ്ല പത്ല
इधर उधर, ऊपर नीचे, दाएं बाएं, गोरा काला, लाल पीला आदि. അപ്പോൾ ആൻസർ എന്താണ്? ദുബ്ല പത്ലയ്ക്ക് പകരം പത്ല ദുബ്ല, ഇധർ ഉധറിന് പകരം ഉധർ ഇധർ എന്ന് പറയാം, ഊപ്പർ നീച്ചെ നീച്ചെ ഊപ്പർ എന്ന് പറയാം, കാല ഗോറ, പിന്നെ ബായൻ ദായ എന്ന് പറയാം, പിന്നെ പിന്നെ പീല ലാൽ എന്ന് പറയാം. അങ്ങനെ തിരിച്ചു മറിച്ച് പറഞ്ഞിട്ട് ആ കവിത ലയത്തിൽ പാടാനുള്ള സൗകര്യത്തിനായിട്ട് ഞങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും അല്ലേ. इस कविता के माध्यम से कवि क्या कहना चाहता है? ഈ കവിതയിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ इस कविता के माध्यम से कवि ने आज़ादी के महत्व को बतलाने का प्रयास किया है. ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെ പറ്റി പറയാനാണ് കവി ആഗ്രഹിക്കുന്നത് ഈ കവിതയിലൂടെ. അപ്പോൾ इसमें कवि ने बताने का प्रयास किया है कि आज़ादी के साथ आने वाली जिम्मेदारियों का एहसास हमें होना चाहिए. അതായത് ഞങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോലെ അല്ലേ സ്വാതന്ത്ര്യം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറേ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞങ്ങൾ ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും ആഗ്രഹിക്കാൻ അല്ലേ. സ്വതന്ത്ര ഹോന സബിക്കോ അച്ഛാ ലഗ്ത, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇഷ്ടമാണ്. പക്ഷേ ലേക്കിൻ സ്വതന്ത്രത ക സഹി ഉപയോഗ കം ഹി ലോഗ് കർ പാത്തെ ഹൈ. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ ഉപയോഗം കുറച്ച് പേർക്കേ അത് നിർവഹിക്കാൻ പറ്റത്തുള്ളൂ. इतना ही नहीं, आज़ाद होने पर व्यक्ति को ആത്മനിർഭർ ഹോന പടുത്താ ഹൈ. അപ്പോൾ സ്വതന്ത്രരാകുകയാണെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല അല്ലേ. ആ സമയത്ത് ഞങ്ങൾ സ്വയം ഡിപ്പെൻഡൻ്റ്, അതായത് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ് ആകേണ്ടത്. ആത്മനിർഭർ, സ്വയം പര്യാപ്തത നേടുകയാണ് വേണ്ടത്. അപ്പോൾ ആസാദി പാने के बाद हमें अपनी आवश्यकताओं की पूर्ति के लिए दूसरों पर आश्रित नहीं रहा जा सकता. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആശ്രിത് നഹി രഹ പായേഗ, ആശ്രിത് എന്നാൽ ആശ്രയിക്കുക അല്ലേ. മറ്റുള്ളവരെ ആശ്രയിക്കാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ആവശ്യകതാവും കി അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതഹ ആസാദി കെ ബാദ് ആത്മനിർഭർ ഹോന ആവശ്യക. അപ്പോൾ ആസാദി, അത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വയം പര്യാപ്തത നേടുക എന്നത് അത്യാവശ്യമാണ് അല്ലേ. സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക എന്നത് അത്യാവശ്യമാണ്. इसके अतिरिक्त अपनी आज़ादी को बनाए रखने के लिए കോശിഷ് കർത്തേ രഹനാ പടുത്താ ഹൈ. അപ്പം അത് മാത്രമല്ല, അത് എന്താണ്, അത് നിർവഹിക്കുക, അതായത് മുന്നോട്ട് അതുപോലെ തന്നെ നിർവഹിച്ചു കൊണ്ടുപോവുക എന്നത്, ആ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ ഉപയോഗിക്കുക, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും അത് ഞങ്ങളുടെ എന്താണ് ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് വേണം ഞങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കാൻ, അതായത് സ്വതന്ത്രരാകാനുള്ള ആഗ്രഹം, അത് എല്ലാം ഓർത്തിട്ട് വേണം ഞങ്ങൾ ആഗ്രഹിക്കാൻ എന്നാണ് കവി പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി അത് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. അത് എനിക്ക് എൻകറേജ്മെൻറ്റ് മാത്രമല്ല, അത് ആർക്കെങ്കിലും ഇപ്പോൾ അത് ഉപകരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ആർക്കെങ്കിലും അത് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്